പിടിച്ചു നിൽക്കാനാകാതെ ഒടുവിൽ ഹമാസ് ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ്. ഇസ്രായേൽ രണ്ടാം ഘട്ട സൈനിക നടപടികളും കരയുദ്ധവും ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ള സന്നദ്ധത ഹമാസ് അറിയിച്ചതായി റിപ്പോർട്ട്. വെടിനിർത്തൽ പുനരാരംഭിക്കുന്നതുൾപ്പെടെ ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്ന ഏത് നിർദ്ദേശവും അംഗീകരിക്കാൻ തയ്യാറാണെന്നും ഹമാസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖത്തർ വാർത്താ ഏജൻസിയായ അൽ അറബി അൽ ജദീദാണ് ഹമാസിനെ സംബന്ധിക്കുന്ന ഈ വാർത്ത ഇന്ന് പുറത്തുവിട്ടത്. വെടിനിർത്തൽ പുനരാരംഭിക്കുന്നതുൾപ്പെടെ ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഏത് നിർദ്ദേശവും അംഗീകരിക്കാൻ ഇപ്പോൾ ഹമാസ് തയ്യാറാണ് എന്ന ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മധ്യസ്ഥരോട് പറഞ്ഞതായുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വെടിനിർത്തലിനുള്ള പുതിയ നിർദ്ദേശം ഈജിപ്റ്റ് അവതരിപ്പിച്ചതായും അൽ അറബി അൽ ജദീദ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ അമേരിക്കൻ ഇസ്രായേലി ബന്ദികളായിരുന്ന ഏഡൻ അലക്സാണ്ടർ ഉൾപ്പെടെ 5 ബന്ദികളുടെ മൃതദേഹങ്ങളുടെ മോചനവും ഉൾപ്പെടും. വരുമാഴ്ചകളിൽ ബാക്കിയുള്ള പകുതി ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിന്റെ നിർദ്ദേശവും ഉൾപ്പെടുന്നു. വെടിനിർത്തൽ ചട്ടക്കൂടിനായി ഈജിപ്റ്റ് നിരന്തരം പ്രേരിപ്പിക്കുന്നതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. US മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന്റെ പരിഷ്കരിച്ച ബന്ദി വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഹമാസിനെ ബോധ്യപ്പെടുത്താൻ ഈജിപ്റ്റ് തീവ്രമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിന്റെ വർദ്ധിച്ചുവരുന്ന സൈനിക നടപടികൾ തടയുന്നതിനായി ഹമാസും മറ്റ് ഗാസൻ തീവ്രവാദ ഗ്രൂപ്പുകളും കൈവശം വെച്ചിരിക്കുന്ന നിരവധി ഇസ്രായേലി ബന്ദികളെ ജീവനോടെ വിട്ടയക്കുന്നതാണ് ഈ നിർദ്ദേശം. ബന്ദി പ്രശ്നങ്ങളിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെക്കുറിച്ച് പരിചിതമായ വൃത്തങ്ങളെ ഉദ്ധരിച്ച് കാൻ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഗാസയിൽ ഇസ്രായേൽ കരയുദ്ധം ഉൾപ്പെടെയുള്ള സൈനിക നടപടികൾ ശക്തമാക്കുമ്പോൾ ഇന്ന് ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം ഇതാദ്യമായി മിസൈൽ ആക്രമണം നടന്നു. ഇസ്രായേലിലെ ടെലവീവ് നഗരത്തെ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. റോക്കറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഗാസയിലെ അൽ ഖുദ്സ് ബ്രിഗേഡ് ഏറ്റെടുത്തു. മിസൈലുകൾ ഇസ്രായേൽ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.